സാധാരണ നമ്മൾ ഫ്രൂട്ട്സ് കൊണ്ടല്ലേ ജ്യൂസ് അടിക്കുക. ഇത് എന്തുകൊണ്ടാണ് ജ്യൂസ് അടിക്കുന്നത്? വെജിറ്റബിൾ. മത്തൻ. മത്തൻ കൊണ്ട് അടിപൊളി ജ്യൂസാണ്. നല്ല മത്തനാണ് അറിയൂല, അത്രക്കും സൂപ്പർ ജ്യൂസാണ്. അപ്പൊ ഇതുപോലെ ഇതൊരു 900 ഗ്രാമുള്ളൊരു മത്തനാണ്. മൂത്ത മത്തനാണ്, അത്ര അധികം വലുപ്പമൊന്നുമില്ല. അപ്പം അതിനെ ഒന്ന് മുറിക്കുകയാണ്. അത്യാവശ്യം നല്ല ഹാർഡുണ്ട്. അപ്പം അത് മുറിച്ചിട്ട് ഞാനിതിൻ്റെ ഹാഫ് കൊണ്ട് പിന്നെ പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹാഫ് ഞാൻ എടുത്ത് മാറ്റി വെക്കുകയാണ്. ആദ്യം മത്തൻ്റെ പുറംഭാഗം കഴുകിയിട്ടുണ്ട്. ഇതിങ്ങനെ കംപ്ലീറ്റ് അതിൻ്റെ തോലൊക്കെ ചെത്തിക്കളയുക. അത് നിങ്ങളെ സൗകര്യം പോലെ തോല് ചെത്തിക്കളയുക. പിന്നെ ഞാനിങ്ങനെ ചെത്താണ്. നിങ്ങളെ വ്യക്തി പോലെ, നിങ്ങളെ സൗകര്യം പോലെ, നിങ്ങളെ പ്രാക്ടീസ് എന്താ വെച്ചാൽ അതുപോലെ ചെയ്തോളി. കംപ്ലീറ്റ് പച്ച കളർ പോകണം, പച്ചപ്പില്ലാണ്ട്. ഇപ്പം ഞാൻ കംപ്ലീറ്റ് തോലൊക്കെ ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഹാഫ് മാറ്റി വെക്കണം. ഈ ഹാഫാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കുരുകളും ആ ചെറിയൊരു നാര് പോലത്തെ ഒക്കെ ഉണ്ട്, അതങ്ങോട്ട് കളയാം. ഇതേപോലെ അതുകൊണ്ട് കുരു മാത്രം അതുകൊണ്ടാവും, മറ്റൊന്നും ഉണ്ടാവില്ല. വല്ലാണ്ട് പഴുത്തിട്ടുണ്ടെങ്കിലാണ് കംപ്ലീറ്റ് നാര് പോലെ ഉണ്ടാകും. അത് പ്രശ്നമൊന്നുമില്ല, നാരുള്ളതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാതും ഒരു ഹാഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് ഒരു കുക്കറിൽ ഇത് മുങ്ങുന്ന ആ ഒരവസ്ഥയിൽ വെള്ളം പാർന്നിട്ട് ഒരു നുള്ള് ഉപ്പ് ഇടുകയാണെന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് അത് കുക്കറിൽ വേവിക്കാനുള്ള പരിപാടിയാണ്. ഇതിനധികം വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിക്കാൻ പോകുന്നു. ഇത് ഏകദേശം ഒരു 4 സ്റ്റീം വന്നാൽ മതി. 4 സ്റ്റീം ആകുമ്പോഴത്തേക്ക് ഇത് വെന്ത് കഴിയും. അപ്പോൾ 4 സ്റ്റീം കഴിഞ്ഞ് ചൂടാറിയിട്ട് തുറന്നാൽ മതി. അപ്പോൾ കംപ്ലീറ്റ് അയക്കുന്നു. നമുക്കിതിൻ്റെ വെള്ളം വേണമെന്നില്ല. അതിൽ ആ കഷ്ണങ്ങൾ കംപ്ലീറ്റ് ഇങ്ങോട്ട് എടുക്കുക. 4 സ്റ്റീം ആയപ്പോഴത്തേക്കാണ് അത്യാവശ്യം നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. ചിലപ്പം കുറച്ച് വെള്ളം കയ്യിലാവും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ വെള്ളം കൂട്ടാം നമ്മളെ കട്ടിക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിടുന്നുണ്ട്. അത് കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. കുറച്ച് വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഒരു തുള്ളി ഏലക്ക ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് അടിക്കാൻ പോവാണ്. ഒരു തുള്ളി വാനില എസൻസും വേണമെങ്കിൽ ഇടാം. പക്ഷേ ഞാനത് രണ്ടും ഇട്ടിട്ടില്ല. പഞ്ചസാര ഞാനൊരു 3 കയ്യിലിട്ടിട്ടുണ്ട്. പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇല്ലാണ്ട് കഴിക്കാം. അപ്പോൾ ഞാനിത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാനൊരു ഗ്ലാസ്സിലേക്ക് അതേപോലെ ഉണ്ടാവും ഇതിൻ്റെ കട്ടി. ഇനി ഇത് കഴിക്കാൻ ഇതിന് വേറെ ടേസ്റ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ല. മത്തനാണെന്ന് തന്നെ അറിയൂല. അതതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഒരു ഐസ്ക്രീം സ്വല്പം വെച്ചിട്ട് അങ്ങനെ വെക്കാം. ഇതിനുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വേവിച്ചിട്ട് ഫ്രീസറിൽ വെക്കാം. ഈ മത്തൻ പീസുകൾ ഫ്രീസറിൽ വെച്ചിട്ട് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് അപ്പട്ടടിക്കുക, യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഐസ് പാൽ ഉപയോഗിച്ച് ജ്യൂസ് ചെയ്താൽ കുറച്ചും കൂടി കട്ടി കൂടും. വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീം വെച്ചിട്ടും കഴിക്കാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.